പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഇൻഷോട്ട് എന്ന ആപ്പിലൂടെ ആനിമേഷൻ സേവ് ദ ഡേറ്റ് വീഡിയോ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. ആദ്യം നമ്മൾ ഇൻഷോട്ട് എന്ന ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഞാൻ ചെയ്ത് വെച്ച വർക്കുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇങ്ങനെയാണ് ഇൻ്റർഫേസ് നിങ്ങൾക്ക് കിട്ടുക. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വീഡിയോ, അതുപോലെ തന്നെ ഫോട്ടോ, കൊളാഷ് ഇങ്ങനെ ഉണ്ട്. നമുക്കിപ്പോൾ വീഡിയോ ആണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് വീഡിയോ എഡിറ്റിംഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ വീഡിയോ എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും ന്യൂ, പിന്നെ ചെയ്ത് വെച്ച വർക്കുമാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ന്യൂ എന്നത് ഇതാക്കാം, പച്ച കളർ ന്യൂ എന്നത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഗാലറിയിലേക്ക് എത്തുകയാണ്. ഗാലറിയിലേക്ക് എത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാൻ ആവശ്യമായ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ കൊണ്ടുവരണം. നമ്മളിപ്പോൾ വീഡിയോ അല്ല, ഫോട്ടോ കൊണ്ടുവന്നിട്ട് അതിന് വീഡിയോ ആക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ചെയ്തു വെച്ച അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഫോട്ടോ ഞാൻ എടുക്കുകയാണ്. അതായത് ആനിമേഷൻ പിക്ചേഴ്സാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ഒരു വീഡിയോ ഉണ്ടാക്കാൻ പോകണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തൽക്കാലം ഒന്ന് സെലക്ട് ചെയ്ത് അത് ഇതിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിന് സാധനം എത്തി. നമ്മളിനി സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പിക്ചറാണ്, അതിന് വീഡിയോ രൂപത്തിൽ ആനിമേഷൻ രൂപത്തിലാക്കാൻ പോവാണ്. ശ്രദ്ധിക്കണേ. ആദ്യം ഇത് ഇൻഷോട്ട് ആയതുകൊണ്ട് ഇതിന് വാട്ടർ മാർക്ക് കാണുന്നുണ്ടോ? വാട്ടർ മാർക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഒഴിവാക്കാൻ പറ്റും. ചില ആപ്പിൽ നമുക്കത് കഴിയില്ല, പക്ഷേ ഇതിൽ നമുക്ക് കഴിയും. എന്ത് ചെയ്യണം? അവിടെ തൊട്ടുകൊടുക്കുക ഫ്രീ റിമൂവ് കണ്ടില്ലേ? ഫ്രീ റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ അത് പോയി. കുറച്ച് സമയം എടുക്കും, അതിങ്ങനെ പോവും. വാട്ടർമാർക്ക് ഉണ്ടായാൽ നമ്മുടെ എഡിറ്റിംഗ് ഒരു സുഖം ഉണ്ടാവില്ല, അതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ. അപ്പോൾ അതാദ്യം കളയണം. പോയില്ലേ? ഇപ്പോൾ പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ കൊണ്ടുവന്ന പിക്ചർ താഴെ കാണുന്നുണ്ടോ? അത് നമുക്ക് എത്ര മിനിറ്റ് വേണമെന്നുള്ളതനുസരിച്ച് കുറച്ച് നീട്ടി വലുതാക്കണം. അവിടെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ കുറച്ച് വലുതായി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ സേവ് ദ ഡേറ്റിൻ്റെ ആനിമേഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സേവ് ദ ഡേറ്റിൻ്റെ നമ്മൾ ആനിമേഷനിലൂടെയുള്ള പിക്ചേഴ്സ് കൊണ്ടുവരികയാണ്. അതായത് ഒരു ചെറുക്കൻ്റെയും ഒരു പെണ്ണിൻ്റെയും പിക്ചർ ആനിമേഷൻ രൂപത്തിലുള്ള ഒരു പിക്ചർ കൊണ്ടുവരികയാണ്. ആദ്യം നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടോ, പിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു PIP എന്ന് പറഞ്ഞിട്ടൊരു സാധനം കണ്ടോ? അവിടെ തൊട്ടാൽ നമ്മൾ നേരത്തെ പോലെ ഗാലറിയിലേക്ക്, നമ്മൾ ആൽബത്തിലേക്ക് എത്തും. അവിടെ നമ്മൾ സേവ് ചെയ്ത് വെച്ച സാധനമാണ് ഞാൻ എടുക്കുന്നത്. ശ്രദ്ധിക്കണേ. ഞാൻ ആദ്യം ഒന്ന് സെലക്ട് ചെയ്തു. ഇതിന് ഞാൻ എടുത്തിവിടെ കൊണ്ടുവച്ചു. കണ്ടല്ലോ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇതിനടുത്തിവിടെ കൊണ്ടുവച്ചു. ഓക്കെ, ഇവിടെ കൊണ്ടുവച്ചേ. ഇനി നമുക്ക് ആവശ്യമായ രൂപത്തിൽ അതിനെ വലുതാക്കണം. ഇവിടെ വെച്ചിട്ട് നമ്മൾ വലിക്കുക. എത്രയാണ് ആവശ്യം നമുക്ക് വേണമെങ്കിൽ പിന്നെ ആവശ്യമില്ലെങ്കിൽ കട്ട് ചെയ്യുകയും ചെയ്യാം. തൽക്കാലം ഇങ്ങനെ ആക്കി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു പിക്ചറാണ്. ഇതൊരു പെണ്ണിൻ്റെ പിക്ചറല്ലേ, ഇനിയൊരു ചെറുക്കൻ്റെ പിക്ചറും കൂടി വേണം. അതിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ കണ്ട അതേ സ്ഥലത്ത് തന്നെ ഒന്നുകൂടി തൊട്ട് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഗാലറിയിലേക്ക് എത്താൻ പോവാണ്. അല്ല, അവിടെ എത്തുന്നില്ലെങ്കിൽ വീണ്ടും അവിടെ കണ്ട വീണ്ടും ഒന്നുകൂടി ഒന്നുകൂടി തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ഗാലറിയിലേക്ക് എത്തും. എന്നിട്ട് ചെറുക്കൻ്റെ ഫോട്ടോ കൂടെ എടുത്താൽ കണ്ടല്ലോ. ഇതിന് നമ്മൾ എന്താക്കുന്നു? ഇങ്ങോട്ട് കൊണ്ടുവെക്കുകയാണ്, കുറച്ചിവിടെ കൊണ്ടുവെക്കുകയാണ്. അതായത് എന്താണ് ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. രണ്ടാളും രണ്ട് ഭാഗത്തു നിന്ന് ഇതിനെ നമുക്ക് കുറച്ച് വലുതാക്കുന്നുണ്ട് ആവശ്യാനുസരണം. രണ്ടാളും രണ്ട് ഭാഗത്തു നിന്ന് വണ്ടി എടുത്ത് വരികയാണ്. അങ്ങനത്തെ ഒരു ആനിമേഷൻ വീഡിയോ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആ പെണ്ണിൻ്റെ ഇതുണ്ടോ, പെണ്ണ് സ്കൂട്ടർ എടുത്ത് പോകുന്ന പിക്ചർ, അത് ഒന്ന് തൊട്ടല്ലോ. തൊട്ടതിന് ശേഷം നമ്മൾ അതിനെ മൂവിങ് ആക്കാൻ പോവാണ്. ശ്രദ്ധിക്കണേ. അത് ചെയ്യേണ്ടത് ആദ്യം ഇത് ഇവിടെ സെലക്ട് ആയിട്ടുള്ള അതിന് ശേഷം ഇവിടെ ഒരു സാധനം നിങ്ങൾ കാണുന്നുണ്ടോ?
ഒരു ത്രികോണം ഒരു പ്ലസ്സും ആയിട്ടുള്ള അവിടെ ഒന്ന് തൊട്ട് കൊടുക്കുക. എന്നിട്ട് വണ്ടി കുറച്ച് മുമ്പോട്ട് നീക്കുക. എന്നിട്ട് ഇതും അടിഭാഗത്തും തൊടുക. ഇതണ്ട, ഇതും കുറച്ച് നീക്കുക. എന്നിട്ട് വീണ്ടും ആ നേരത്തെ പറഞ്ഞ പ്ലസ്സിലൊന്ന് തൊടുക. ഒന്നുകൂടെ തൊട്ട് അങ്ങനെ വണ്ടി കുറച്ചും കൂടി മുമ്പോട്ടാക്കുക. എന്നിട്ട് താഴെ വീണ്ടും കുറച്ച് ഇതാക്കിയിട്ട് ഒന്നുകൂടി പ്ലസ്സിൽ തൊടുക. എന്നിട്ട് മേലപ്പോൾ ഒരു കുറച്ചും കൂടി വണ്ടി മുമ്പോട്ടാക്കിയിട്ട് വീണ്ടും ഇതിങ്ങോട്ട് വന്നിട്ട് ഒന്നുകൂടി പ്ലസ്സിൽ തൊടുക. മനസ്സിലാണ്ടോ? അങ്ങനെ തൊട്ട് അങ്ങനെ കുറച്ചുകൂടി വണ്ടി മുമ്പോട്ട് പോയിട്ട് വീണ്ടും ഒന്ന് പ്ലസ്സിൽ തൊടുക. ഇവിടെ തൊട്ടല്ലോ. ഇതെന്തിനാണ് തൊടുന്നത് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഒന്ന് ഈ ശരി അടയാളം ടിക്കിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്നിങ്ങനെ നീക്കുക. എന്നിട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ അതെന്താ സംഭവം എന്ന് മനസ്സിലാവും. ഉണ്ടോ? ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് ഇങ്ങനെ നീങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആക്കിയിട്ടുള്ളത്. അത്ര വരെ പോയല്ലോ. ഇനി വീണ്ടും പഴയതിലേക്ക് തന്നെ ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യണം. ഇനി ആണിൻ്റെ വീഡിയോ അതുപോലെ ആക്കാൻ പോണേ. ആണിൻ്റെ വീഡിയോ അല്ല, ആണിന് ആ ചെറുക്കൻ വണ്ടി എടുത്ത് പോകുന്ന സാധനമല്ലേ, അതും അതുപോലെ ആക്കാൻ പോകണം. അതിന് വേണ്ടിയിട്ട് ആദ്യം അത് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ PIP എന്നുള്ളടത്ത് തൊടുക. അന്നേരമാണ് സെലക്ഷൻ ചെയ്യാൻ കിട്ടും. എന്നിട്ട് ആ പിക്ചറിലൊന്ന് തൊട്ട് കൊടുക്കുക. തൊട്ടല്ലോ. അപ്പോൾ അത് തൊട്ടു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒന്ന് തൊടുക. തൊട്ടല്ലോ. എന്നിട്ട് കുറച്ചൊന്ന് നീക്കി കൊടുക്കുക. സോറി, നമ്മൾ താഴെ സെലക്ഷൻ നടത്തിയില്ല. താഴെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ താഴെ നമ്മൾ സോറി, അത് നീങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അത് ഓട്ടോമാറ്റിക് നീങ്ങുന്ന നമ്മൾ ഞാൻ ചെയ്ത് വെച്ചത് വർക്ക് നീങ്ങുന്നതാണ്. അത് നമ്മൾ കാര്യമാക്കണ്ട. കുറച്ചിങ്ങനെ മുമ്പോട്ട് കൊണ്ടുവന്നിട്ട് ഈ പ്ലസ്സിലൊന്ന് തൊടാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് കുറച്ചൊന്ന് പ്ലസ്സിലൊന്ന് തൊട്ടിട്ട് കുറച്ചൊന്ന് മുമ്പോട്ടാക്കി കൊടുക്കുക ഈ ആണിൻ്റെ. എന്നിട്ട് കുറച്ചും കൂടെ പോവുക. കുറച്ചും കൂടെ നീക്കിയിട്ട് ഒന്നും കൂടെ തൊടുക. എന്നിട്ട് ആണിൻ്റെ കുറച്ചും കൂടെ മുമ്പോട്ടാക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് പോവുക. എന്നിട്ട് ഒന്നുകൂടെ പ്ലസ് തൊടുക. ആണിൻ്റെ ഒന്നും കൂടെ മുമ്പോട്ടാക്കി വെക്കുക. മനസ്സിലായല്ലോ? എന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് പോവുക. ആണിൻ്റെ നീക്കി കൊടുക്കുക. ഒന്നുകൂടെ പ്ലസ് തൊടുക. എന്നിട്ട് ഒന്നുകൂടെ പ്ലസ് തൊട്ട് കൊടുക്കുക. എന്നിട്ട് ആണിൻ്റെ കുറച്ചും കൂടെ നീക്കി കൊടുക്കുക. ഇവിടെ എത്തിയില്ലേ? ഇനി വീണ്ടും നമ്മൾ പഴയതുപോലെ വരികയാണ്. എന്നിട്ട് ആ പെണ്ണിൻ്റെ ഒന്നുകൂടി നമ്മൾ സെലക്ട് ചെയ്ത് തൊടാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആണിൻ്റെയാണ് തൊട്ടിട്ട് ആ പെണ്ണിൻ്റെ ഒന്ന് സെലക്ട് ചെയ്യണ്ടേ. എന്നിട്ട് കുറച്ചും കൂടെ മുമ്പോട്ട് പോയിട്ട് ഒന്നും കൂടെ തൊട്ടിട്ട് കുറച്ചും കൂടെ നീക്കി കൊടുക്കുക. കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് തൊട്ടിട്ട് ഒന്നുകൂടെ നീക്കി കൊടുക്കുക. കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് തൊട്ടിട്ട് ഒന്നുകൂടെ നീക്കി കൊടുക്കുക. അതുപോലെ തന്നെ ആണിൻ്റെയും